നമസ്കാരം മക്കളെ, സുബർ സാറാണ്. +2 സ്റ്റേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റേജും ഇനിയും പഠിക്കാനുള്ള കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് 2, 3, 4 സബ്ജക്റ്റുകളൊക്കെ എഴുതാനുള്ളവരുണ്ട്, ഒരു സബ്ജക്റ്റുകളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ രീതിയിൽ കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ടായിരുന്നു. ഒരു സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് റിസ്ക് കുറവാണെങ്കിലും ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ 3, 4 സബ്ജക്റ്റ് ഉള്ളവർക്ക് റിസ്ക്കും കൂടുതലാണ്, ടെൻഷനും കൂടുതലാണ്. അപ്പം എല്ലാത്തിനെയും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇനിയുള്ള ഒരു വർഷം, ഇനിയും വരുന്ന വർഷങ്ങൾ സന്തോഷകരമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ പോകണമെങ്കിൽ ഈ മാസത്തെ ഉള്ള ഈ ദിവസങ്ങൾ ഏറ്റവും നല്ലതായിട്ട് കഷ്ടപ്പെടണം. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചുമ്മാതെ കഷ്ടപ്പെടാനല്ല, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, അതിലുപരി നമ്മുടെ ഒരു ഭാവിക്ക് വേണ്ടി, നമ്മുടെ ഒരു ഫ്യൂച്ചർ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ സ്റ്റേജുകൾ, ഇപ്പം ഫെയിലായ ഒരു കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ വിഷമങ്ങൾ ഒത്തിരി ഉണ്ടെന്നറിയാം. ആര് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തോറ്റ കുട്ടിയെ ഇട്ട് നന്നായിട്ട് പണി തരുന്നുണ്ട് അല്ലേ? വഴക്ക് പറയുക, തല്ലുന്ന പരിപാടി ഇല്ലെങ്കിലും നന്നായിട്ട് കുത്തുവാക്ക് കേൾക്കുന്നുണ്ട് അല്ലേ? അതെല്ലാം നമുക്ക് മനസ്സിലായി. ഇപ്പം നമുക്ക് ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടായിരിക്കാം. ഇനിയും നമുക്ക് ഇനി അനുഭവം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇവിടുന്ന് കരകയറി അടുത്തത് നല്ല കോഴ്സിന് പോകുമ്പോൾ എല്ലാ മുറിവുകളും ഉണങ്ങി നല്ലൊരു കോഴ്സിനെത്തി ജോലി കിട്ടുമ്പോൾ ഇതെല്ലാം മാറും. പക്ഷേ ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പാടാവും. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. അതിനുവേണ്ടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കുന്ന നല്ല രീതിയിൽ കൂടെ എല്ലാം നന്നായിട്ട് ടൈം നിങ്ങൾക്ക് ഇപ്പോഴാണ് നല്ല പോലെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഫ്രീ ഓഫ് മൈൻഡ് ഉണ്ട്. ഇനി ഒരു 10 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എക്സാമിനോട് അടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ കൂടും. ഇപ്പം നിങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലാതെ പഠിക്കാം. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സെക്യൂർഡ് ആയിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ ഏകദേശം ഒരു ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്മുടെ റിസൾട്ടൊക്കെ വന്നു. റിസൾട്ടൊക്കെ വന്ന ശേഷം ഇപ്പോൾ ഒരു കുറേ ദിവസങ്ങളായി. അതിനോട് അകം നിങ്ങൾ തന്നെ ഏകദേശമൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത ഒരു 10 ദിവസം ഭയങ്കര നിർണായകമാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 70% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിൻ്റെ 70% കുറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമാണ്. ജയിക്കുക എന്നുള്ളത് ഉറപ്പിക്കേണ്ട ടൈമാണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ എഴുതാനുള്ളത്, നിങ്ങൾ അതിനുള്ളിൽ നിങ്ങൾക്കതിൻ്റെ ബോധ്യം വേണം. ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, ജയിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഒരു വെടി അറിയില്ലയോ, ഒരു വെടിക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഒന്ന് ജയിക്കാനുള്ള മാർക്ക്, അതിനുവേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഉറപ്പിക്കണം. ഏത് സബ്ജക്റ്റ് ആണേലും, എത്ര സബ്ജക്റ്റ് ആണോ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റൂ. അല്ലാതെ ഒരു സബ്ജക്റ്റുകാരനും 4 സബ്ജക്റ്റുകാരനും ഒരേ ടൈം വർക്ക് ചെയ്യേണ്ട. ഒരു സബ്ജക്റ്റുകാരന് കുറച്ച് മതിയെങ്കിൽ മറ്റവന് ഒത്തിരി വേണം. അതുകൊണ്ട് ഒരു സബ്ജക്റ്റുകാരന് കുറച്ച് മതി സമയം. പക്ഷെ 3 സബ്ജക്റ്റ് ഉള്ളവന് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ 3 എണ്ണം എഴുതാനുണ്ടെന്നുള്ള ബോധ്യം വേണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉറക്കമൊക്കെ വരും. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റിലോട്ട് കയറുമ്പോൾ ഇച്ചിരി ഉറക്കമൊക്കെ വരും. ഈ ഉറക്കത്തിനെയൊക്കെ ഇത്തിരി സമയത്തിനുള്ളിൽ ഒതുക്കി ഉടനെ പഠിത്തത്തിൽ തിരിച്ചു വരണം. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ഏകദേശം ഇപ്പം ഇന്ന് 2-ാം തീയതി. ഇനി നമുക്ക് 23-ാം തീയതി എത്തുമ്പോഴത്തേക്ക് 21 ദിവസം മാത്രം. ഈ 21 ദിവസം വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. ഓക്കെ, വളരെ നിർണായകമാണ്. അല്ലെങ്കിൽ 20, നാളെ തൊട്ടാകുമ്പോൾ 20 ദിവസമേ ഉള്ളൂ. ഇന്ന് അല്ലേ, 20 ദിവസമേ ഉള്ളൂ. ഈ 20 ദിവസം, കാരണം ചിലർക്ക് ഇപ്പോൾ 24-ാം തീയതി ആയിരിക്കും എക്സാം ആദ്യത്തേത്. 23-ാം തീയതി വാങ്ങണമെന്നില്ല പലർക്കും അങ്ങനെ. ഇപ്പം ഏകദേശം നമുക്ക് അറൗണ്ട് 20 ഡേയ്സ്. ഈ 20 ഡേയ്സിൽ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന 10 ദിവസം വളരെ നിർണായകമാണ്. 75% ഓഫ് ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാൻ, അല്ലാതെ പുസ്തകത്തിന്റെ 70% പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നതിന്റെ 75% നിങ്ങൾ പഠിച്ചു തീർക്കണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഇതിൻ്റെ അകത്തുനിന്നൊരു റിവിഷൻ നടത്താൻ ഒരു 2-3 ദിവസം വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങളൊരു 5 ദിവസം ബാക്കിയും കൂടെ ഉള്ളതൊന്ന് പഠിച്ച് തീർത്ത് കേട്ടല്ലോ. ബാക്കി 5 ഡേയ്സ് പഠിച്ച് ഏകദേശം നിങ്ങൾ ഉറപ്പിക്കണം. എന്നിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. 2-3 വർഷത്തെ എടുക്കണം, അല്ല ഒന്നല്ല കേട്ടോ. 2-3 വർഷത്തെ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനുള്ളിൽ നിന്നും ആ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ നോക്കണം. വായിച്ച് മനസ്സിലാവുന്നു എന്നിട്ട് അതിനെ എഴുതാൻ ശ്രമിക്കണം. ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുള്ള ജോലികളാണ്. അങ്ങനെ 2-3 വർഷത്തെ നിങ്ങൾ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാം ഉറപ്പായിട്ട് എഴുതാം. ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ പിന്നെയും പഴയ പോലെ കുറെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എന്ന് മുന്നിൽ ഇരിക്കുമ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പിന്നെയും പേടിക്കും. അപ്പൊ ആ പേടി മാറ്റണമെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് നോക്കിയാൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 3 നോക്കണേ. കാരണം പാറ്റേൺ മാറിയതും ഈസിയും ടഫും പലതുണ്ടല്ലോ. അപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എത്രാമത്തെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇതെല്ലാം ഉണ്ട്.
ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സാണ്. ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും തരും. മാത്സ് ആകുമ്പോൾ പിന്നെ പ്രത്യേക കെയർ ആണ്, നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അടിപൊളിയായിട്ടുള്ള നിങ്ങൾ ജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ പല രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 1 സബ്ജക്റ്റിന് ഇത്രയും മാത്രം. ഓക്കെ, 3 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കൺസെഷനും ഉണ്ടാവും. ഓക്കെ, അതിന് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തായാലും ഇനിയുള്ള സമയങ്ങൾ ഒട്ടും കളയാതെ നന്നായിട്ട് പഠിച്ചു തീർക്കുക. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും നോക്കാതെ പോവുകയും ചെയ്യല്. മാത്സ് ആണെങ്കിലും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 3-4 വർഷത്തെ നോക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസുകൾ ആ എക്സാമിന് എപ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ മാത്സ് ആണെങ്കിൽ ഏകദേശം ഒരു 17-18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് മെത്തേഡ് കൂടെ സോൾവ് ചെയ്യാനാണ്. ആ സോൾവ് ചെയ്യുന്നത് പലർക്കും പല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് കൂടെ നിങ്ങളെ ചെയ്ത് കാണിക്കുന്ന 2-3 എണ്ണം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അങ്ങനെ പല ക്വസ്റ്റ്യൻസുകളും എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമിന് എത്തുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം നമ്മൾ പലതും മിസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഫുൾ പഠിക്കാൻ ഇപ്പൊ എന്തായാലും പറ്റില്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കിടന്ന് ആരോടും ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എന്ത് പ്രയോജനം? അപ്പൊ അതിന് മുമ്പായിട്ട് ആ പ്രാക്ടീസ് നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസുകൾ എവിടെയൊക്കെയാണ് വരാൻ സാധ്യത, അത് ഏതൊക്കെ രീതിയിൽ കൂടെയാണ് ക്വസ്റ്റ്യൻ വന്നത്, അതിനെങ്ങനെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും, ഇങ്ങനെ പല രീതിയിൽ കൂടെ നോക്കുമ്പോൾ ഉറപ്പായിട്ട് മക്കളെ ജയിക്കാം. ജയിക്കുക എന്നുള്ളത് ഫസ്റ്റ്, മാർക്ക് കൂട്ടുക എന്നുള്ളത് സെക്കൻഡ് മതി. ജയിക്കുക എന്നുള്ളത് ഉറപ്പിക്കണം. മാർക്ക് കൂട്ടുന്നതൊക്കെ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് കിട്ടിയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓരോ മിനിറ്റും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ എപ്പോൾ ഉണർന്നിരിക്കുന്നു എന്തെങ്കിലും കാര്യം പഠിച്ചിരിക്കണം. ഓക്കെ, ഉറങ്ങുന്ന സമയത്ത് വേണ്ട, അത് പറ്റില്ലല്ലോ. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാതെ ടൈം വേറെ ഒരു കാര്യത്തിനും പോകരുത്, ഒരു കാര്യത്തിനും പോകണ്ട. കാരണം നമ്മൾക്കിപ്പം നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ, അതിലൊക്കെ ഉപരി നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അതും ഉണ്ടാവണമല്ലോ. അതാണല്ലോ ഫസ്റ്റ്. അപ്പൊ അതുകൂടെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഓരോരുത്തരും കൂടെ പ്രവർത്തിച്ചവനെ റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ റിസൾട്ട് എല്ലാം ജയിച്ചതായിട്ട് കിട്ടുന്ന റിസൾട്ട് ആ ദിവസത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്, ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ, പഠിച്ചത് എക്സാമിന് വരട്ടെ, പഠിക്കുന്നതൊക്കെ ഓർത്തിരിക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.